എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവൻ ഇല്ലാതെയും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൗഡർ ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നമ്മൾ നല്ലതുപോലെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ടിൻ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് അത് 5 മിനിറ്റ് അടച്ച് വെച്ച് ചൂടാക്കിയതാണ് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കറക്റ്റ് ഒരു 35 to 40 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്റ്റിക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി എന്നാണ് അർത്ഥം. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊരു 3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ല ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടിന്നിൽ നിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്ക് കൂളായതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് ഒപ്പാവാൻ വേണ്ടിയിട്ട് ആ ഉയർന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിത് 2 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ്. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടേൺ ടേബിൾ എടുത്തിട്ട് ഇതുപോലത്തെ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് അതിന് മുകളിൽ കേക്ക് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതാണ്. ഇതിന് പകരം നമുക്ക് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരേപോലെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണം. അതുകൊണ്ട് ഇതാ നമ്മുടെ കയ്യിലുള്ള സ്പാച്ചുലയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ എടുക്കുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മിൽക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം മുഴുവനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ക്രീം ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഡിസൈനാണ് കേട്ടോ അത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തും നമ്മളിതുപോലെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഇതുപോലെ അങ്ങനെ
തേച്ച് കൊടുക്കുക. ചെറിയ സ്പൂൺ എടുത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഏറ്റവും നല്ലത്. വലിയ സ്പൂണൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ പരന്നു പോകുന്ന പോലെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ക്രീം കൊണ്ട് ഇതിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ നോസിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, എങ്കിലും പരീക്ഷിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു ഡെക്കറേഷനും കൂടിയാണ് കേട്ടോ. കേക്ക് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.